يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي أمر عباده بعمل الصالحات وكتب لهم بها أجر الصدقات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു ഏറെ പുണ്യകർമ്മമായി നമുക്കറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് കഴിവുള്ള ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കായി ദാനം നൽകുക എന്നുള്ള സ്വദഖ എന്ന മൊത്തത്തിൽ അറിയപ്പെടുന്ന ആ പുണ്യകർമ്മം വളരെയേറെ മഹത്വവും പ്രാധാന്യവും അതിൻ്റെ അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി അത് നിർവഹിച്ചാലുള്ള പരലോകത്ത് ലഭ്യമാകുന്ന തണലും തുടങ്ങി ഒട്ടേറെ മാഹാത്മ്യങ്ങളാണ് സ്വദഖകളെ സംബന്ധിച്ച് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്നാൽ ധനം കൊണ്ട് മാത്രമല്ല സ്വദഖയുടെ പുണ്യം ലഭിക്കുക. ആ സ്വദഖയോട് കിടപിടിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മുടെ വാക്കുകളായും പ്രവൃത്തികളായും വേറെയും ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്കും ദാനധർമ്മങ്ങളുടെ മഹത്വം നേടിയെടുക്കുവാൻ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ച ആ സുവിശേഷം കാരണമായി മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്നു, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നല്ല കാര്യങ്ങളും ധർമ്മമാണ്. ഏത് സൽക്കർമ്മങ്ങളുണ്ടോ, നല്ല കാര്യങ്ങളുണ്ടോ, അതെല്ലാം ധർമ്മമാണ്, ധർമ്മത്തോട് കിടപിടിക്കും എന്ന് മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ ശേഷം വിവിധ ഹദീസുകളിലൂടെ ധാരാളക്കണക്കിന് കാര്യങ്ങളെ അവയൊക്കെ സ്വദഖയാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അവിടുന്ന് പറഞ്ഞു, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പള്ളികളിലേക്കുള്ള കാൽവെപ്പുകൾ സ്വദഖയാണെന്ന്. വകുല്ലു ഖുത്വത്തിൻ തംശീഹാ ഇലസ്സലാത്തി സ്വദഖ. അതാണ് ആ ഹദീസിന്റെ താല്പര്യം. നമ്മൾ പള്ളികളിലേക്ക് നിസ്കാരത്തിന് പോകുമ്പോൾ വെക്കുന്ന ഓരോ കാൽവെപ്പുകളും സ്വദഖയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലുവാനുള്ള ഒട്ടേറെ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ദിക്റുകളും ഒക്കെയുണ്ട്.
അവയൊക്കെയും ദാനധർമ്മങ്ങളാണ്. ഇന്ന ബി കുല്ലി തസ്ബീഹത്തിൻ സദഖ വകുല്ലി തക്ബീറത്തിൻ സദഖ വകുല്ലി തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ. നമ്മൾ അൽഹംദുലില്ല പറയുമ്പോൾ അത് സദഖയാണ്. അല്ലാഹു അക്ബർ പറയുമ്പോൾ സദഖയാണ്. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ സദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ സദഖയാണ് എന്ന് വേണ്ട. കുല്ലു കലിമത്തിൻ തയ്യിബത്തിൻ സദഖ. ഏതൊരു നല്ല വാക്ക് നമ്മൾ പറയുമ്പോൾ അത് മുഴുവനും ദാനധർമ്മമാണ്, സദഖയാണ്. അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ, സ്വഭാവ രീതികളിൽ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരി പൊഴിക്കുന്നത് പോലും ലക സദഖ, അത് നിനക്ക് ദാനധർമ്മമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക. വഅഊനുർ റജുലി അഖാഹു സദഖ. തന്റെ സഹോദരനെ ഏത് വിധത്തിലായാലും വേണ്ടില്ല, ഒരു സഹായം ചെയ്യുന്നുവെങ്കിൽ, ഒരു കൈത്താങ്ങ് നൽകുന്നുവെങ്കിൽ അത് സദഖയാണെന്ന് പഠിപ്പിച്ചു. ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ. വളരെയധികം പരാധീനതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നത് അതും സദഖയാണ് എന്നിങ്ങനെ അതിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. നന്മ കൊണ്ട് കൽപ്പിക്കൽ, അംറു ബിൽ മഅറൂഫി സദഖ. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, സദുപദേശം നടത്തുക, ഖൈറായ കാര്യം കൊണ്ട് കൽപ്പിക്കുക സദഖയാണ്. നഹിയും അനിൽ മുൻകരി സദഖ. വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് ജനങ്ങളെ തടയുവാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും സദഖയാണ്. അൽ ഇംസാകു അനിശ്ശരി സദഖ. നീ ഒരാളെ ഒരു തിന്മയിൽ നിന്ന് തടയുന്നു, പിടിച്ചു നിർത്തുന്നു. ഒരു തിന്മ നിന്റെ ഭാഗത്തു നിന്നോ മറ്റൊരാളുടെ ഭാഗത്തു നിന്നോ ഒരാൾക്ക് ഏൽക്കാതെ അതിനെതിരെ നീ പ്രതിരോധിക്കുമ്പോൾ അത് സദഖയാണ്. ഇമാത്തത്തുൽ അദാ അനി തരീഖ്. വഴിയിൽ നിന്ന് മാലിന്യങ്ങളും ഉപദ്രവങ്ങളും നീക്കം ചെയ്യൽ സദഖയാണെന്ന് പഠിപ്പിച്ചു. അത്തസ്ലീമു അലന്നാസ്. നീ ജനങ്ങളെ കാണുമ്പോൾ അവർക്ക് സലാം പറയൽ സദഖയാണെന്ന് പഠിപ്പിച്ചു. വറദ്ദുസ്സലാം. സലാം മടക്കൽ അത് സദഖയാണെന്ന് പഠിപ്പിച്ചു. വഴിയറിയാത്ത ഒരാൾക്ക് ഇർഷാദുർ റജുലി ഇല തരീഖ്. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ, വഴി തെറ്റി നടക്കുന്ന ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ രണ്ട് നിലക്കാവാം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇരുട്ടിൽപ്പെട്ട്, അന്ധകാരത്തിൽപ്പെട്ട്, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിലൂടെയുള്ള വഴിതെറ്റിപ്പോക്കില്ലെന്ന് കൈപിടിച്ചുയർത്തുമ്പോൾ അത് സദഖയാണ്. അതേപോലെ തന്നെ വഴിതെറ്റിയ, റോഡിലൂടെ വഴിയറിയില്ല അയാൾക്കൊരു ഗൈഡായി മാറി വഴി കാണിച്ചു കൊടുത്തു, അതും സദഖയാണ്. നിന്റെ പാത്രത്തിൽ നിന്ന് മറ്റൊരുവന്റെ പാത്രത്തിലേക്ക് ഒരൽപ്പം വെള്ളം വീഴ്ത്തിക്കൊടുക്കുന്നുവെങ്കിൽ അതും സദഖയാണ്. എത്രയാണ് ഇവിടെ സദഖകളായി എണ്ണിയിട്ടുള്ളത്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൽക്കർമ്മ നിരതമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ്. ധനം കൊണ്ട് മാത്രമല്ല, പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമുക്ക് ഈ നന്മകൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. റബ്ബിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അതാണ് സൂറത്തുൽ ഹദീദിലെ 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖ്റദുല്ലാഹ ഖർളൻ ഹസന യുദാഇഫു ലഹും വലഹും അജ്റുൻ കരീം. വളരെ കൃത്യമായി റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി. തീർച്ചയായും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, വഅഖ്റദുല്ലാഹ ഖർളൻ ഹസന. നല്ല നല്ല വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിച്ചുകൊണ്ട് ആ വിധത്തിൽ റബ്ബിന്റെ മാർഗത്തിൽ കടം നൽകാൻ തയ്യാറുള്ള ആളുകൾ, യുദാഇഫു ലഹും, അവർക്ക് അല്ലാഹു പ്രതിഫലം ഇരട്ടിക്കിരട്ടിയായി കൊണ്ട് നൽകും. വലഹും അജ്റുൻ കരീം, അവർക്ക് ഏറെ മാന്യമായ പ്രതിഫലം സ്വർഗത്തിൽ വേറെയും റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോന്നും വിശദീകരിക്കുമ്പോൾ അവയുടെ വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. മനസ്സിലാക്കുക, ഇവയൊക്കെയും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റിൽ ദിനേന എന്നോണം ഇടം പിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിത്തീരേണ്ടത്. ആ അർത്ഥത്തിൽ സൽക്കർമ്മനിരതമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി റബ്ബിന്റെ അടുക്കൽ ഇരട്ടികളായി പ്രതിഫലങ്ങൾ വാങ്ങുവാൻ അവകാശികളായി മാറുന്ന ഭാഗ്യവാന്മാരിൽ
ഉൾപ്പെടാൻ ഞാനും നിങ്ങളും സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് സൽക്കർമ്മങ്ങളിലേക്ക് ഉത്സാഹം നൽകുന്ന ഒരു മനസ്സിന്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇപ്രകാരം നമ്മെ അറിയിച്ചു. മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞു നമുക്ക് പഠിപ്പിച്ചു തന്നു. മനുഷ്യന്റെ ബോഡിയിൽ 360ഓളം എല്ലുകളും സന്ധികളും ഒക്കെയുണ്ട് എന്ന്. ഓരോന്നിനും സദഖ കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണെന്നും പഠിപ്പിച്ചു. 360ഓളം സന്ധികളും എല്ലുകളും അടങ്ങുന്ന ഒരു വ്യൂഹം തന്നെ റബ്ബിന്റെ നിഅമത്തുകളായി നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നും അതിന് എല്ലാ ദിവസവും നാം സദഖ കൊടുക്കൽ അനിവാര്യമാണെന്നും അതിൻ്റെയൊക്കെ പേരിൽ അഥവാ അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചൊരിഞ്ഞു തന്ന റഹ്മാനായ ഖാലിഖായ റബ്ബിന് നമ്മളെല്ലാം ശുക്ർ ചെയ്തുകൊണ്ട് കൃത്യമായി ദിവസവും നമ്മൾ അതിൻ്റെ പേരിലൊക്കെ സദഖ കൊടുക്കണം, ധർമ്മം കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ട് പറഞ്ഞു. ആ 360 സദഖക്ക് സമാനമാകുന്ന ഒരു കാര്യം ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ-ളുഹാ. ളുഹായുടെ സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധ്യമാകുന്ന 2 റകഅത്തെങ്കിലും നിങ്ങൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ ളുഹായുടെ 2 റകഅത്ത് ദിവസവും നിങ്ങളുടെ മേൽ കടമയായ 360 സദഖക്ക് സമാനമാകും, അതിന് മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നു. നമ്മളിൽ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ കൈകാലുകൾ മടക്കാനും നിവർത്താനും ചുരുട്ടാനും വളയ്ക്കാനും ഓടാനും ചാടാനും സഹായകരമാകുന്ന വിധത്തിൽ ആബാദ ചൂടം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സന്ധികളും വേപ്പുകളും കണുപ്പുകളും വിരലുകളും അവയുടെ ജോയിന്റുകളും എല്ലുകളും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനവധി അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് പറയാണ്. 360 ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഇതിനൊക്കെ നീ ധർമ്മം കൊടുക്കണം ഡെയിലി. അതിന് പകരം നിനക്കൊരു 2 റകഅത്ത് നിസ്കരിച്ചൂടേന്ന്. എപ്പോ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞൊരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞ് സൂര്യൻ മധ്യത്തിലെത്തുമ്പോ അഥവാ ളുഹറിന്റെ സമയത്തേക്ക് എത്തുന്നതിന്റെ ഒരു 10 മിനിറ്റെങ്കിലും മുമ്പായി എത്രയോ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു 2 റകഅത്തെങ്കിലും നമസ്കരിച്ചാൽ, അത് പതിവാക്കിയാൽ, അതാണ് ളുഹാ നമസ്കാരം. അതാണ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരമെന്ന് അവ്വാബീൻ സ്വലാത്തുൽ അവ്വാബീൻ, ഖേദിച്ചു മടങ്ങുന്നവരുടെ നമസ്കാരം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ആ 2 റകഅത്ത് ളുഹാ നമസ്കാരം. മിനിമം 2, ഏറിയാൽ 8 എന്നും 12 എന്നും പരിധിയില്ലെന്നും പറഞ്ഞിട്ടുള്ള നിസ്കാരം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 360 സദഖ ഡെയിലി ചെയ്തതിന് സമാനമാണ് 2 റകഅത്ത് എന്ന് പറയുമ്പോ. എത്രയാണ് ളുഹായുടെ പുണ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ അതിന് സമയം കാണുക. റഹ്മാനായ റബ്ബ് ഏറ്റവും വലിയ രൂപത്തിലുള്ള പുണ്യമാണ് അതിന് ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ വിധത്തിലും നമുക്ക് സദഖകൾ ചെയ്യാൻ സമാനമായ കർമ്മമുണ്ട്. 360 സമാനമാണതെന്ന് പറയുമ്പോൾ ആ മഹത്വത്തെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നാഫിആയ ഇൽമു നേടിയവരിൽ, ഭാഗ്യവാന്മാരിൽ, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്തിന് പാത്രീഭൂതരാകുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തെറ്റുകുറ്റങ്ങൾ
പോരായ്മകൾ അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ, പൊറുത്തു തരുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ വേദനകൾ അള്ളാഹു ശമിപ്പിക്കുമാറാകട്ടെ, മുറിവുകൾ ഉണക്കി കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് രക്തസാക്ഷികളായവർക്ക് ഷഹീദുകളുടെ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.